കാന്ത കണ്ടിറങ്ങിയതേ ഉള്ളൂ. ഗംഭീര പടം. എന്താ പറയാ, നമ്മൾ ചില സിനിമകൾ കാണാൻ നമ്മൾ ആക്ടേഴ്സിനെ എന്താ പറയുക, ആക്ടേഴ്സിനെ പേര് നമ്മൾ പെർഫോമൻസ് കാണാൻ കയറുക, അല്ലെങ്കിൽ ടെക്നിക്കൽ ക്രൂവിന്റെ എങ്ങനെയാണെന്നുള്ള കാണാൻ കയറും. പക്ഷെ കാന്ത ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് കാണാൻ പറ്റുന്നത് നമുക്ക് കാന്തയിൽ ആസ് എ ഡിഗ്രി വേറെ ലെവൽ. ആക്ടർ ഇങ്ങനെ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. വേറെ ലെവൽ. നമുക്ക് മഹാനടിയിലൊക്കെ നമ്മൾ ഒരു നോർമൽ രീതിയിൽ വന്നു പറയാം. പക്ഷേ ഇതിനകത്ത് പുള്ളിക്കാരൻ ത്രൂഔട്ട് വേറെ ലെവലാണ്. ഇതൊരു ബയോപിക്കാണ്. പക്ഷേ നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇന്ന ആളുടെ കഥയാണോ ഇന്ന പോലെ ആണെന്നൊന്നും നമുക്ക് തോന്നില്ല. സ്ക്രീനിൽ നമുക്ക് DQവിൻ്റെ പെർഫോമൻസ് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പ്രാണയുടെ ആയാലും സമുദ്രത്തിൻ്റെ ആയാലും ഹീറോയിൻ്റെ ആയാലും ഒരു സെക്കൻഡ് നേരത്തിന് പോലും നമുക്ക് വേറൊരു സമുദ്രത്തിൽ നിന്ന് ഒരാളാണെന്ന് നമുക്കില്ല. അതിനകത്ത് അയ്യ എന്ന ക്യാരക്ടറിലെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തുടങ്ങുന്ന നമുക്ക് തീരുന്നിടം വരെ നമ്മളവിടെ പെർഫോമൻസിനെ നിൽക്കുന്നുള്ളൂ. വേറെ ലെവലാണ്. ഇപ്പോൾ പഴയ കാലത്തെ മദ്രാസ് സെറ്റുകൾ നമ്മൾ ഷൂട്ടിങ്ങിന് ഇങ്ങനെയൊക്കെയാണെന്നോ അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ശരിക്കും പീരിയഡ് ഫിലിം അങ്ങനത്തെ ഫിലിമുകൾ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൈൻഡ് വരുന്നത് ഇരുവറായിരിക്കും. ലാലേട്ടൻ്റെ ആ ലെവൽ പെർഫോമൻസ് ഉള്ള പടങ്ങളായിരുന്നു അന്നത്തെ. അത് നമുക്ക് അതേ മൈൻഡ് വരുത്തും. പക്ഷേ ഇനിയിപ്പോൾ മോഡേൺ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിലിം കണ്ട ശേഷം കാന്തയായിരിക്കും മൈൻഡ് വരാൻ ചാൻസ് ഉണ്ടാവുക. കാരണം അതേപോലെയാണ് മേക്കിങ്, മ്യൂസിക് ആവട്ടെ, പെർഫോമൻസ് ആവട്ടെ, ആർട്ടാവട്ടെ, ഫിൽമോഗ്രഫി ആവട്ടെ, ഗംഭീരം. ഒന്നിനൊന്നിന് മെച്ചമുണ്ട്.